ഫൈറ്റേഴ്സ് നാടകത്തിൻ്റെ ജനകീയ വായനശാലയുടെ 3ാം വാർഷിക ആഘോഷമായ അറിവരങ്ങ് 2015-ന്റെ ഭാഗമായി സുരേഷ് ബാബു കൂത്തുപറമ്പ് നടത്തിയ ഭാഷണത്തിന്റെ പൂർണ്ണരൂപം. കുട്ടികളെല്ലാം ദൈവമാണ്. എന്താ തെളിവ്? ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ ചരമ പേജിൽ പ്രായമുള്ള ആളുടെ ഫോട്ടോന്റെ ഇടയിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ. മരിച്ചിട്ട് 16ാമത്തെ ചരമദിനത്തിന് അച്ഛനും അമ്മയും കൊടുത്തതാ. ആരായി കുട്ടി എന്നറിയാൻ ഞാൻ അതിന്റെ അടിക്കുറിപ്പ് വായിച്ചു. അതിങ്ങനെയായിരുന്നു: Who plucked the flower? I said the master. Then the gardener kept silent. ആരടാ പൂ പറിച്ചത്? ഉദ്യാനപാലകൻ ചോദിച്ചു. ഉദ്യാനത്തിന്റെ ഉടമ പറഞ്ഞു, ഞാനാ പറിച്ചത്. പിന്നീട് ഉദ്യാനപാലകൻ മിണ്ടാതിരുന്നു. പൂന്തോട്ടത്തിലെ പൂ പറിച്ച് ഒന്നും കാണുന്നില്ല. ആരാ പറിച്ചത്? ഉദ്യാനത്തിന്റെ ഉടമ പറഞ്ഞു, ഞാൻ പറിച്ചതാ. പിന്നെ ഉദ്യാനപാലകന് ചോദിക്കാൻ അധികാരമുണ്ടോ? ഈ കുഞ്ഞ് മരിച്ചു പോയപ്പോ അച്ഛനും അമ്മയും ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്തത്? അപ്പോ മോന്റെ ആള് പറയാ, ഞാൻ ഇങ്ങോട്ട് എടുത്തതാ. പിന്നെ അച്ഛനും അമ്മക്കും ചോദിക്കാൻ അധികാരമില്ല എന്നാശ്വസിക്കുന്നു. അവിടെ എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്ത് രത്നമോ ആയിട്ടാണ്. കൃഷ്ണനായി അവതരിച്ച ഭഗവാനാവട്ടെ, കർത്താവിന്റെ പുത്രനായ യേശുവാവട്ടെ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാവട്ടെ, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഉണ്ണി കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തുനബിയായിട്ടോ ആണ്. അത് തടിയന്റെ അവിടെ നസീറായാലും മെൽഞ്ഞോന്റെ അടുത്ത മജീദായാലും ഗോവിന്ദച്ചാമിയായാലും ജനിക്കുമ്പോ നല്ല കുഞ്ഞു മോനായിരുന്നു. അവൻ ഭീകരവാദിയായതിന് ഉത്തരവാദിയാര്? അവൻ കൊലപാതകിയായതിന് ഉത്തരവാദിയാര്? നമ്മളാണ്. നമ്മൾ അവന്റെ ഉള്ളിലേക്ക്, ആ വെളിച്ചത്തിലേക്ക് ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടുപോയി. എല്ലാ കുട്ടിയും ദൈവമായതുകൊണ്ടല്ലേ ഒരമ്മ കുഞ്ഞിനെ ഉറക്കുമ്പോ ആ കുഞ്ഞിന്റെ ഉറക്കത്തിന് ഭംഗമുണ്ടാക്കുന്ന കുയിലിന്റെ പാട്ടിനെ പോലും സഹിക്കാൻ അമ്മക്ക് കഴിയില്ല. കുയിലിനോട് പാട്ടിന്റെ ഒച്ച കുറക്കാൻ പറയൂ അമ്മ. നിലാവെളിച്ചത്തോട് കുഞ്ഞിന്റെ സ്വപ്നങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാത്ത വിധത്തിൽ നിലാവെ നീ വോൾട്ടേജ് കുറക്കുമെന്ന് പറയൂ അമ്മ. കേട്ടിട്ടില്ലേ? ഒന്നിനി ശ്രുതി താട്ടിപ്പാടുക പൂങ്കുയിലേ നീ എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ എന്ന് പറയുന്നത് ഈ കുഞ്ഞു മോൻ ദൈവമായതുകൊണ്ടാണ്. ആ കുട്ടികൾ ദൈവമായിട്ട് ജനിക്കുമ്പോൾ കൊണ്ടുവന്നിട്ടിരിക്കുന്ന പ്രകാശം നിങ്ങൾ കണ്ടോ? ഒരു കുട്ടിയും വെറും കൈയോടെ ജനിക്കുന്നില്ല. ഒരു കുട്ടിയും നിവർത്തിപ്പിടിച്ച കൈയുമായിട്ട് ജനിക്കുന്നില്ല, ചുരുട്ടിപ്പിടിച്ച കൈയാണ്. അല്ലേ? അപ്പൊ എന്തോ കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ലേ? എല്ലാ കുട്ടിയും വരുമ്പം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കൊണ്ടുവന്നത്? അവൻ പറയുന്നുണ്ട്. നമ്മക്ക് ആ ഭാഷ അറിയാഞ്ഞിട്ടാ. നമ്മൾ പറയും കുട്ടി കരയുന്നാണ്. എന്തിനാ കരയുന്നത്? 2000-ന് ചില്ലറ കിട്ടായിട്ടോ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിട്ടാ കരയുന്നത്? അല്ല. ഒരു കുട്ടി സങ്കടം കൊണ്ടും ഭയം കൊണ്ടും അല്ല കരയുന്നത്. അവന്റെ ഭാഷ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവൻ നിങ്ങളോട് വിളിച്ചു ചോദിക്കുക, അച്ഛാ, അമ്മേ, പഞ്ചായത്ത് മെമ്പറേ, പ്രസിഡന്റ്, നാട്ടുകാരെ ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിരിക്കുന്നു, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിരിക്കുന്നു, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നു, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിരിക്കുന്നു, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ആരു വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം? അവൻ ചോദിക്കുമ്പോൾ നമ്മുടെ ജോലി അത് ഏറ്റുവാങ്ങലാ. നമ്മൾ വിരലുകൊണ്ട് ചൂണ്ടി പേടിപ്പിക്കലല്ല, അവന്റെ വിരലുകൾ നീട്ടി വാങ്ങലാണ്. അവൻ കൊണ്ടുവന്നത് വാങ്ങോ? അവന്റെ പാട്ട് വാങ്ങോ? അവന്റെ നൃത്തം വാങ്ങോ? അവന്റെ ചിത്രം വാങ്ങോ? നാം ഒന്നാ നമുക്ക് തന്ന്, കാത് രണ്ടും. പറയുന്നതിന്റെ ഇരട്ടി കേൾക്കൂ. നമ്മൾ കുട്ടികളോട് പറയുന്നതിന്റെ ഇരട്ടി അവന്റെത് കേട്ടിരിക്കൂ. ആ കുട്ടികൾ, ദൈവത്തിന്റെ കുട്ടികൾ, പിന്നെ ഇബിലീസായിട്ടും കരിയായിട്ടും ചെകുത്താനായിട്ടും മാറിയത് അതിന്റെ ഉത്തരവാദി ആരാ?
ഞാൻ തെളിവ് തരാം. ഞാൻ ഇക്കൊല്ലം 60 സ്കൂളിൽ പോയിട്ട് ഒരു സർവേ എടുത്തു. ആ സർവേയിൽ ഒരു ചോദ്യം, മക്കളെ നിങ്ങളെ ആരാ കളവ് പറയാൻ പഠിപ്പിച്ചതെന്നാ. ഭൂരിപക്ഷം കുട്ടികളും എഴുതിയ ഉത്തരം എന്താണെന്നറിയോ? കളവ് പറയാൻ പഠിപ്പിച്ചത് അച്ഛനും അമ്മയാണ്. ഞാൻ ചോദിച്ചു, അച്ഛനും അമ്മയും കളവ് പറയാൻ പഠിപ്പിക്കുക? അപ്പൊ കുട്ടികൾ പറയാ, അങ്ങനെ കളവ് പറയണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞങ്ങൾ മിക്ക ദിവസവും രാവിലെ ഉണരുന്നത് തന്നെ അച്ഛനോ അമ്മയോ പറയുന്ന കളവ് കേട്ടുകൊണ്ടാ. എന്താ പറയാ, 7 മണിയാടാ എണീക്കടാ. ഞങ്ങൾ എണീറ്റ് ക്ലോക്ക് നോക്കുമ്പോ 6:30 ആയിട്ടുണ്ടാവും. അരമണിക്കൂർ കൂട്ടാണ്ട് പറയൂല. കളവല്ലേ? അപ്പൊ അവർക്ക് കളവ് പറയാ, പിന്നെ നമുക്ക് കളവ് പറഞ്ഞൂടെ? കുട്ടികൾ പറയുന്നു, എന്തിന് കളവ് പറയുന്നു? നമ്മുടെ കുട്ടികളെ തോന്നിയാസം പഠിപ്പിക്കുന്നത് ആരാ? കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിൽ നിർത്തിയിട്ട കാറിനെ കൊണ്ടുപോയിട്ട് ഒരു ഓട്ടോറിക്ഷ കുത്തി. ഞങ്ങൾ ഓടിച്ചെല്ലുമ്പോ കൊണ്ടക്കുത്തി ഓട്ടോറിക്ഷ ഡ്രൈവർ കാറിന്റെ ഡ്രൈവർ അടിക്കാൻ നോക്കുക. അങ്ങോട്ടടിക്കുക, പിന്നെ അങ്ങോട്ട് കൊണ്ട് കുത്തുക, എന്നിട്ട് അടിയും അങ്ങോട്ട് കൊടുക്കുക. ഇത് നാട്ടിലെ സർവ്വസാധാരണ സ്വഭാവമാണ്. എങ്ങനെ വന്നു? ഈ കുഞ്ഞുമോൻ വീട്ടിന്റെ വരാന്തയിൽ നിന്ന് ഓടിക്കളിക്കുമ്പോ അമ്മ അകത്തുനിന്ന് ദോശ ഇടുന്നുണ്ടാകും. ഇവന്റെ തല കൊണ്ടുപോയി മേശക്ക് കുത്തിയിട്ട് ഇവന്റെ നിലവിളി കേട്ടിട്ട് അമ്മ ചട്ടുവും കൊണ്ട് ഓടി വന്നു. തടയി കൊടുത്തിട്ടൊന്നും ചെക്കൻ കരച്ചിൽ നിർത്തുന്നില്ല. ചെക്കൻ കരയുന്നു, ദോശ കരിയുന്നു. എന്ത് ചെയ്യൂ? അമ്മ ചോദിക്കും, ഏത് മേശക്കാടാ കുത്തിയെ? ആ മേശക്ക് കൊടുത്തു. മേശക്കൊന്ന്. എന്താ മേശ? എന്റെ ചെക്കനെ വേദനിപ്പിച്ച? ചെക്കന് സന്തോഷായി, അമ്മക്ക് സമാധാനായി. പക്ഷെ അവിടെയാണ് ആരംഭം പ്രശ്നത്തിന്റെ. ഇവനതറിയാം, മേശ ഇങ്ങോട്ട് വന്ന് കുത്തിയതല്ല, ഞാൻ അങ്ങോട്ട് പോയി കുത്തിയതാ. എന്നാലും അടി അങ്ങോട്ടാ കൊടുക്കണ്ടേ? മനസ്സിലായോ? ആ ഒരു ചെറിയ സംഭവം തൽക്കാലം കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ അമ്മ ഉപയോഗിക്കുന്ന ഒരു പൊടിക്കൈയാണെങ്കിലും അതവന്റെ സ്വഭാവം രൂപീകരിക്കും. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. പക്ഷെ ഇന്ന് കുട്ടികൾക്ക് ജൈവിക ബന്ധം നഷ്ടപ്പെടുന്നു, ഇല്ലേ? ഡിജിറ്റലൈസ്ഡ് ആണ് എല്ലാവരും. പകലെല്ലാം ടച്ച്, വൈകുന്നേരം ടച്ചിങ്സ് അല്ലേ? വൈകുന്നേരം ടച്ചിങ്സ് എന്താ തിരിയണ്ടാക്ക് തിരിയും. എന്തുകൊണ്ട്? ജൈവികമായ കണ്ണുകളിൽ നോക്കുന്നില്ല കുടുംബങ്ങൾ. കൂട്ടുകാർ റോഡരികിൽ ഇരുന്നിട്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി വർത്തമാനം പറയുന്നില്ല. നിങ്ങൾ നോക്കൂ, ക്യാരംസ് കളിക്കുന്ന, ചെസ് കളിക്കുന്ന ചെറുപ്പക്കാര് കുറവാ. ഇപ്പോ മൊബൈൽ വെച്ച് ഗെയിം കളിയാ. കണ്ണിൽ നോക്കൂല. കണ്ണിന്റെ പ്രത്യേകത എന്താ? കണ്ണ് മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം കണ്ണാണ്. രണ്ടാമൂഴം എന്ന നോവല് MT എഴുതുമ്പോ അതിന് ഇല്ലിസ്ട്രേഷൻ നടത്തിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾക്കൊന്നും അദ്ദേഹം കണ്ണ് വരച്ചില്ല. എന്തേ ചോദിച്ചപ്പോ പറഞ്ഞു, കണ്ണിലാണ് ആ അമാനുഷ കഥാപാത്രങ്ങളുടെ വ്യക്തിപ്രഭാവം. ആ വ്യക്തിപ്രഭാവത്തെ മനസ്സിലാക്കാൻ ഞാൻ ആര്? അവരുടെ കണ്ണ് വരയ്ക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല എന്നാണ്. ആ കണ്ണിന് ചലനാത്മകതയുണ്ട്. കണ്ണിന്റെ പോളകളും കൃഷ്ണമണിയും ചലിച്ചുകൊണ്ടിരിക്കും. കണ്ണിന് പ്രകാശമുണ്ട്. ഏത് കണ്ണ് ഫോട്ടോ എടുത്ത് നോക്കിയാലും കണ്ണിൽ ഒരു തുള്ളി വെളിച്ചം കാണാം. കണ്ണിന് നനവ്, ആർദ്രതയുണ്ട്. ഈ ആർദ്രതയും പ്രകാശവും ചലനാത്മകതയുമാണ് ജീവന്റെ തുടിപ്പുകൾ. ആ ജീവന്റെ തുടിപ്പുള്ള കണ്ണിൽ നോക്കിയിട്ട് അച്ഛനും മക്കളും ഭാര്യയും ഭർത്താവും ഏട്ടനും അനുജനും സുഹൃത്തുക്കളും പരസ്പരം നോക്കി വർത്തമാനം പറയുന്നത് എത്ര കുറയുന്നുവോ അത്ര നമ്മുടെ നാടിന്റെ സംസ്കാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് ഒരു പരിപാടി, ഒരു ആശുപത്രിയിൽ ICUയിൽ കിടക്കുന്ന രോഗിയെ കണ്ട് തിരിച്ചു പോകുമ്പോ ഒരു കോളേജ് ഹോസ്റ്റൽ വിട്ടിട്ട് ഒരു പാസഞ്ചർ ട്രെയിനിന് കുട്ടികളെല്ലാം കയറിയിരിക്കുന്നു. സീറ്റില്ല ആ കമ്പാർട്ട്മെന്റിൽ. എങ്കിലും ഇവരുടെ കമന്റുകൾ, ഇവരുടെ ന്യൂ ജനറേഷൻ തമാശകൾ കേൾക്കാനായിട്ട് ഞാൻ അവരുടെ നടുക്ക് നിന്നു. തലശ്ശേരി വരെ നിന്നിട്ടും ഇവരൊരക്ഷരം മിണ്ടിയില്ല. അവരെല്ലാം ICUയിൽ രോഗികളെ കിടക്കിയ പോലെ കിടക്കുകയായിരുന്നു. വയറും കുത്തി ഇങ്ങനെ ഇരിക്കുക, ചെവിയിൽ വയറും കുത്തിയിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ആരും മിണ്ടുന്നില്ല. എല്ലാം ഡിജിറ്റലാണ്. കുടുംബ ബന്ധങ്ങൾ ഡിജിറ്റലാകുന്നു. ഒരു പത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ ഒരു കഥയുണ്ടായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ മൊബൈലിലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതിന്റെ ടിക് 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 ഒരൊച്ച കേട്ടു. അയാൾ ഉണർന്നു. സമയം 1 മണി കഴിഞ്ഞു. ഈ സമയത്ത് എനിക്കാരാ മെസ്സേജ് അയച്ചത്? കൊടുങ്കാറ്റോ ഭൂകമ്പമോ വരുന്ന സർക്കാരിന്റെ മുന്നറിയിപ്പാണെങ്കിൽ നോക്കണ്ടേ? ചിലപ്പോ ആരെങ്കിലും മരിച്ചതാണെങ്കിലോ? അയാൾ ടോർച്ചെടുത്ത് തപ്പിപ്പിടിച്ച് ടോർച്ചടിച്ച് കണ്ണടയെടുത്ത് കണ്ണട വെച്ച് മൊബൈൽ ഫോണെടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു. അതിലിങ്ങനെയായിരുന്നു എഴുതിയത്: വല്ലാത്ത ചൂട്, ഉഷ്ണിക്കുന്ന വല്ലാണ്ട്, ഒന്ന് അങ്ങോട്ട് കിടക്ക് ഭാര്യ. ഭർത്താവിന് മെസ്സേജ് അയച്ചു. മനസ്സിലായി? മെസ്സേജ് അയച്ചു. അതാണ്
വിളിച്ചാൽ കേൾക്കൂല, പക്ഷെ ഫോൺ വന്നപ്പോൾ ഡിജിറ്റൽ ബന്ധമാകുന്നു, ജൈവിക ബന്ധം കുറയുന്നു. മണ്ണുമായിട്ടും മനസ്സുമായിട്ടും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കുറയുന്നു. ആ പ്രകൃതിയെ തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം ഹരിത കേരളം തുടങ്ങിയില്ലേ? ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനം ബാക്കി എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതാണ് ഈ സാധനം. എന്തിനായത്? ഈ പ്ലാസ്റ്റിക്കിന്റെ കവർ അനാവശ്യമാണ്. വെറു കടലാസ് പീശെ കുത്തിയാൽ മതിയായിരുന്നു. ഈ മാല ഇനി എടുക്കുകയില്ല, അനാവശ്യമാണ്. ദയവ് ചെയ്തിട്ട് ഇനി പ്ലാസ്റ്റിക് ഒഴിവാക്കണം. ഈ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രകൃതി നമുക്ക് മാത്രമുള്ളവരാണ്. 2016 മുതൽ 2050 വരെ ജീവിക്കാനുള്ളവർക്ക് മാത്രമുള്ളതാണോ? 2000-വും 20,000-വും 2 ലക്ഷം കൊല്ലവും ഇനി ഭൂമി നിൽക്കണമെങ്കിൽ, ഈ ഭൂമി നശിച്ചു പോകാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ മണ്ണിനെ ഇഷ്ടപ്പെടാൻ പഠിപ്പിക്കണം. മണ്ണ് ഇഷ്ടല്ല. മണ്ണ് വരണ്ടിട്ട് വീട്ടിൽ വന്ന കുട്ടിയെ അമ്മ ചീത്ത പറയും. മണ്ണ് വരകിയിട്ട് വന്നു, മണ്ണെന്താ വൃത്തികേടാ. കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ നല്ല ചീകി മിനിക്ക് ടൈയെല്ലാം കെട്ടി നല്ല ബെൽറ്റെല്ലാം കെട്ടിയിട്ട് പോയിട്ട് വൈകുന്നേരം അതേ കോലത്ത് തിരിച്ചു വന്നിട്ടുണ്ടാവും. ആ ചെക്കൻ വെറും പൊട്ടനാണ്. അവൻ മുടിയെല്ലാം പാറിപ്പറന്ന് കുപ്പായെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മണ്ണ് പെരുകി വരുന്നുണ്ടെങ്കിൽ അവൻ എനർജറ്റിക്കായ കുട്ടികൾ വേണം. ആ എനർജറ്റിക്കായ കുട്ടികളെ പ്രകൃതിയുമായിട്ടും സമൂഹവുമായിട്ടും ബന്ധപ്പെടുത്തണം. നമ്മുടെ കുട്ടികൾക്ക് A+ വേണ്ടേ? A+. എന്താ ഈ A+? പ്ലസ് എന്ന് പറഞ്ഞ ഒരു ചിഹ്നമാണ്. ചിഹ്നത്തിനെല്ലാം അർത്ഥമുണ്ട്. എല്ലാ ചിഹ്നത്തിനും അർത്ഥമുണ്ട്. നമ്മുടെ ഭാഷയെല്ലാം ചിഹ്നങ്ങളല്ലേ? ചക്ക എന്ന് ബോർഡും എഴുതിയ ചക്കേന്റെ ചിത്രമല്ല. എന്നിട്ടും നമുക്ക് ചക്ക എന്ന് എഴുതിയാൽ മനസ്സിലാവുന്നില്ലേ? കുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ചൊളയിലും നടുക്ക് കുഞ്ഞ് വിളഞ്ഞീരി ചേർന്ന് വന്ന സാധനാന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാ? അത് ഒരു പ്രതീകമാണ്. ഞാൻ പണ്ട് 8ാം ക്ലാസ് പഠിക്കുമ്പോ കോളയാട് സെന്റ് കോർണേലിയസ് സ്കൂളിലെ മേരി ടീച്ചർ കെമിസ്ട്രീന്റെ പീരീഡ് ഒരു ദിവസം പോലും ഞങ്ങളെ ലാബറട്ടറി കൊണ്ടുപോയിട്ട് ഒരു പരീക്ഷണം കാണിച്ചു തന്ന ഓർമ്മ ഞങ്ങൾക്കില്ല സ്കൂൾ ജീവിതത്തിൽ. ടീച്ചർ പ്രതീകം കാട്ടിയിട്ട ക്ലാസ് എടുക്കുക, വിരൽ കാണിച്ചിട്ട് പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് വിചാരിക്കുക, അതിൽ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു എന്ന് വിചാരിക്കുക, അതിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ടു എന്ന് വിചാരിക്കുക. എന്ത് രാസമാറ്റം സംഭവിക്കുന്നു? കാലക്കേടിന് എന്നോടാ ചോദിച്ചത്. എന്റെ വയറ്റുന്ന സൾഫ്യൂരിക് ആസിഡ് ഒലിക്കാൻ തുടങ്ങി. ഉത്തരം അറിയില്ലേ? വയറ്റുന്ന ഒരു പോച്ചലുണ്ടാവില്ലേ? എന്നിട്ടും ഞാൻ ഉത്തരം പറഞ്ഞിട്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പിറ്റേന്ന് അച്ഛനെയും കൂട്ടി പോയിട്ട് ക്ലാസ് കയറ്റിയിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. എല്ലാം വിചാരിക്കണം. പിന്നെ അതും കൂടിയാണ് വിചാരിച്ചാൽ പോലെ അല്ലേ? ടെസ്റ്റ് ട്യൂബിന്റെ പ്രതീകമാണ് വിരല്. ഓരോ ചിഹ്നത്തിനും അർത്ഥം മനസ്സിലാക്കണം. താലി കെട്ടുന്നത് എന്തിനാ? ആ താലി ഒരു പ്രതീകമാണ്. ആലിലെ താലിയല്ല, ഹൃദയത്താലിയ. ഹൃദയത്തിന്റെ ഷേപ്പിലാ താലി. ഭർത്താവ് തന്റെ ഹൃദയം താലിയുടെ രൂപത്തിലാക്കി ഭാര്യയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രക്രിയയാണ് താലികെട്ടല്. ഇതറിയാത്ത പൊട്ടന്മാര് ഭാര്യ വീട്ടുകാരെ വിസ്മയിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത ലോണും വാങ്ങിയിട്ട് 5-10 പവന്റെ മാല വാങ്ങിയിട്ട് അയിമ താലി കെട്ടിയിട്ട് താലി നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയത്തിന്റെ നേരെയാണോ വയറിന്റെ മേലെയാണോ നിൽക്കുന്നതെന്ന് വീട്ടിൽ പോയി നോക്കുമ്പോ മനസ്സിലാവൂ. ഇതിന്റെ അർത്ഥം അറിഞ്ഞൂടാ. പ്ലസ് ഒരു ചിഹ്നമാണ്. ആ ചിഹ്നം കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? 3 അർത്ഥമുണ്ട് പ്ലസിന്. ഒന്ന്, കുട്ടികൾ പരന്ന വായന പോരാ. കുട്ടികൾ ഭയങ്കര ബുദ്ധിയാ. എന്തൊരു ബുദ്ധിയാ! ലെനോവോന്റെ K-Note 5 ഫോൺ 2 ഒന്ന് എടുക്കുക, ഒന്ന് നിങ്ങൾ കുട്ടികൾക്കും കൊടുക്കുക, എന്ന് നിങ്ങൾ കൊടുക്കുക. ആരെ ഇതാദ്യം കൈകാര്യം ചെയ്ത് നോക്കാലോ. വഴി ദിശബോധം തെറ്റിപ്പോയ ഹെലികോപ്റ്റർ ഏടിയാ ലാൻഡ് ചെയ്യേണ്ടത് തിരിയാണ്ട് കളിക്കും പോലെയാണ് ചിലയാൾ തേടിയാ തൊടണ്ട് ഇങ്ങനെ കളിക്കും. എന്നാ കുട്ടികൾ അത്ര തന്നെ ഇങ്ങനെ കൊടുക്കും. എന്റെ നാട്ടിലൊരു ബാലകൃഷ്ണാട്ടനുണ്ട്. ബാലകൃഷ്ണാട്ടന് വലിയ കച്ചവടക്കാരനും പൈസക്കാരനാണ്. പക്ഷേ നോക്കിയ കമ്പനി പണ്ടിറക്കിയ ഹോളോബ്രിക്സിന്റെ വലിപ്പമുള്ള ഞെക്കുന്ന ഫോണെ ഉപയോഗിക്കൂ. കല്യാണ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഞെക്കുന്ന കണ്ടിട്ട് ആളുകൾ കുറവാക്കുന്നപ്പോ ഭാര്യ കണ്ടിട്ട് പഴയ ഫോൺ എടുത്ത് ഒളിപ്പിച്ച് ടച്ച് സ്ക്രീന് ഫോൺ കൊടുത്തയച്ചു. ഇയാള് പറഞ്ഞു എന്റെ കച്ചവടമെല്ലാം പോയി, ഒന്നും തിരിയുന്നില്ല. എന്നോടൊരു ദിവസം പറയാ, ഒരു നമ്പർ എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, ഇത് ചെവിക്ക് തൊടുമ്പോ കട്ടായി പോവാ, ചെവിക്ക് ഇങ്ങനെ വരിഞ്ഞു പോയിട്ടുണ്ടോ, മേലെ നിന്നുണ്ടല്ലോ ഇങ്ങ് ഇറങ്ങി വരൂ, പിന്നെ ഇങ്ങനെ അതിനെ മടക്കി പറഞ്ഞേക്കുന്നത് തിരിയില്ല. ഇവർക്ക് 3ാം ക്ലാസ് പഠിക്കുന്ന പ്രജീഷ് എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. ഈ ചെക്കൻ ഒറ്റ ആഴ്ച കൊണ്ട് ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം പഠിച്ചു. എന്നിട്ട് ഞായറാഴ്ച ലീവ് ദിവസം വരാന്തയിൽ ഇരുന്നിട്ട് മോൻ അച്ഛനെ ഫോൺ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. ഞാൻ റോഡിലൂടെ നടന്നു വരുമ്പോ ഈ ചെക്കൻ അച്ഛനോട് പറയുന്ന ഒരു വാക്ക് കേൾക്കണോ? ചെക്കൻ അച്ഛനോട് പറയാ, ഏടാ അച്ഛ പോട്ട, അങ്ങനെയല്ല. അത് കേട്ടിട്ട് വിനീത വിധേയനായിട്ട് അച്ഛൻ നിൽക്കുക. നമ്മുടെ കുട്ടികൾ ഭയങ്കര ബുദ്ധിയാ. കഴിഞ്ഞ ദിവസം സംസ്കൃതത്തിന്റെ ക്ലാസ്സിൽ
സംസ്കൃതത്തിന്റെ ക്ലാസ്സില് മാഷ് ചാതുർവർണ്ണ വ്യവസ്ഥയെ പറ്റി പഠിപ്പിച്ചിട്ട് ഒരു ചെക്കൻ ചോദിച്ച സംശയം കേട്ടിട്ട് പിന്നെ മാഷപ്പാടി പോകുന്നു. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്ന് ജനിച്ചവൻ ബ്രാഹ്മണൻ, കയ്യിൽ നിന്ന് ജനിച്ചവൻ ക്ഷത്രിയൻ, തൊടയിൽ നിന്ന് ജനിച്ചവൻ വൈശ്യൻ, കാലിന്റെ അടിയിൽ നിന്ന് ജനിച്ചവൻ ശൂദ്രൻ എന്ന് മാഷ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു പയ്യൻ എണീറ്റെന്ന് ചോദിക്കാമല്ലോ, അല്ല മാഷേ ബ്രഹ്മാവിന്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ. പിന്നെ ഓക്കുന്നതിനും പണിയും. പിന്നെ മാഷ ക്ലാസ്സിൽ നിന്നില്ല. മനസ്സിലായോ? ഭയങ്കര ബുദ്ധിയ കുട്ടികൾക്ക്, പരന്ന വായന, ലോകത്തെ എല്ലാ അറിവുകളും വിരലും തുമ്പത്താ. പക്ഷേ അത് നിങ്ങളുടെ കുടുംബമായിട്ട്, നിങ്ങളുടെ ചരിത്രമായിട്ട്, നിങ്ങളുടെ പ്രകൃതിയുമായിട്ട് ആഴത്തിൽ വേര് പിടിപ്പിക്കാൻ കുത്തനെ വരക്കുന്നില്ലെങ്കിൽ വിലങ്ങനെ മാത്രം വായിച്ചാൽ അത് മൈനസ് ആവും, പ്ലസ് ആവില്ല. വിലങ്ങനെ വരച്ചാൽ മൈനസ് എന്നല്ലേ ചിഹ്നം. അത് കുത്തനെ പ്രകൃതിയുമായിട്ട് ആഴത്തിൽ ചിന്തിക്കണം കുട്ടികൾ, ആഴത്തിൽ ചിന്തിക്കണം. അതിനവർക്ക് അനുഭൂതി, അവർക്ക് ഹൃദയത്തിന് ആഴം കൊടുക്കണം. ആ ഹൃദയത്തിന് ആഴം കൊടുക്കണമെങ്കിൽ നിങ്ങൾ അവരെയും കൂട്ടിയിട്ട് വായനശാലയിൽ പോകണം. കുട്ടികളുടെ ഹൃദയത്തിന് ആഴം വേണം. അതാണ് ആഴവും പരപ്പും, അതാണ് പ്ലസ്. പിന്നെന്താ? പിന്നെ ആ പഠനത്തിന് സമൂഹവുമായിട്ടും പ്രകൃതിയുമായിട്ടും ബന്ധം വേണം, അതാ പ്ലസ്. നാട്ടുകാരുമായിട്ട് ബന്ധം വേണം, പ്രകൃതിയായിട്ടും ബന്ധം വേണം. പിന്നൊരു പ്ലസ് ഉണ്ട്, കാലവും ദേശവുമായിട്ട് പ്ലസ് ബന്ധം വേണം. കാലമല്ലേ നമുക്കെല്ലാം തന്നത്? കാലത്തിന് 3 പ്രതിരൂപങ്ങളുണ്ട്: പ്രകൃതി, ദൈവം, മനുഷ്യൻ. കാലം എവിടുന്ന് വന്നു? പ്രളയജലത്തിൽ ഉയർന്നു വന്നതാണ് പോലും. പ്രളയജലത്തിൽ ഉയർന്നു വന്ന കാലത്തിന് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും 3 ഉണ്ട്. 3 വേണ്ട. പ്രകൃതിയും വേണം, ദൈവവും വേണം, മനുഷ്യനും വേണം. 3 പരസ്പര ബന്ധം വേണം. നമ്മൾ വിചാരം ദൈവം മതി, ചിലയാൾ പറഞ്ഞു മനുഷ്യൻ മതി, ചിലയാൾ പറഞ്ഞു പ്രകൃതി മതി. 3 വേണം. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പാട്ട് കേട്ടില്ലേ? പ്രകൃതിയും ഈശ്വരനും മനുഷ്യൻ. കുട്ടികൾക്ക് ഈ കാലബോധമുണ്ടാവണം. നിങ്ങളിപ്പോ ധരിച്ചിരിക്കുന്ന വസ്ത്രം പ്ലസ്സാ. അത് 2016 ഉണ്ടാക്കിയതല്ല. പണ്ട് കൗപീനധാരികളായിരുന്ന ആ അന്നത്തെ മനുഷ്യൻ മുതൽ എത്രയെത്ര നെയ്ത്തു തൊഴിലാളികളുടെയും ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാരുടെയും അധ്വാനത്തിന്റെയും ചിന്തയുടെയും സൂത്രത്തിന്റെയും ഫലമാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം. അത് കാലത്തിലൂടെ വന്നൊരു സംസ്കാരമാണ്. ആ വസ്ത്രം ഈ ഉള്ളിയേരി ഉണ്ടാക്കിയതല്ല, ഈ നാറാത്ത് ഉണ്ടാക്കിയതല്ല. അതേതോ ദേശത്ത് ഈറോഡിൽ ഉണ്ടാക്കിയതായിരിക്കും, കോയമ്പത്തൂർ ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ദേശത്തിലൂടെ വന്ന വസ്ത്രം എക്സക്ഷം, കാലത്തിലൂടെ വന്ന വസ്ത്രം വൈയക്ഷം. അതാണ് പ്ലസ്. ഞാനിപ്പോൾ നിങ്ങളോട് പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം പ്ലസ് ആണ്. എങ്ങനെ? ഞാൻ പറയുന്നത് മലയാള ഭാഷയിലാണ്. മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതല്ല, എന്റെ അച്ഛൻ കണ്ടുപിടിച്ചതല്ല, എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതുമല്ല. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളുടെ, സാഹിത്യകാരന്മാരുടെ, പണ്ഡിതന്മാരുടെ തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ കടന്നു വന്നതാണ് ഈ ഭാഷ. മനസ്സിൽ സൗന്ദര്യബോധവും സങ്കടങ്ങളും സന്തോഷങ്ങളും നിർവൃതികളും അനുഭൂതികളും കവിഞ്ഞു മറിഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ നടന്നു. ആ കവിഞ്ഞു മറയുന്നത് വിതക്കാനായിട്ട് നടന്നതാ. കവിഞ്ഞു മറയുന്നത് വിതക്കുമ്പോഴാണ് കവിതയുണ്ടാകുന്നത്. അങ്ങനെ കവിഞ്ഞു മറഞ്ഞു നടക്കുമ്പോ അയാളുടെ മുമ്പിൽ ഒരു പക്ഷി ഒരു തൂവലിട്ട് കൊടുത്തു. അയാൾ തൂവലെടുത്തിട്ട് ചോദിച്ചു, എന്തിനാവോ, ഏതിനാവോ ഈ തൂവൽ എനിക്ക്? അപ്പൊ പക്ഷി പറഞ്ഞു, ആ തൂവല് തൂലികയാക്കിയിട്ട് നിന്റെ വികാരങ്ങളെ എഴുതിവെക്ക്, സൗന്ദര്യബോധത്തെ എഴുതിവെക്ക്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, എഴുതാൻ മഷി വേണ്ടേ? അപ്പൊ വഴിയരികിലുള്ള കദളിച്ചെടി പറഞ്ഞു, എന്റെ കായകളിൽ കറുത്ത മഷിയുണ്ട്, അത് പിഴിഞ്ഞെടുത്തോളൂ. മഷി കിട്ടി. അപ്പൊ എഴുതാൻ പേപ്പർ വേണ്ടേ? എതിലെഴുതും? പേപ്പറൊന്നും കണ്ടുപിടിക്കാത്ത കാല. അപ്പൊ പൂതണക്ക് എന്ന് പറയുന്ന ഒരു മരം പറഞ്ഞു, എന്റെ തൊലി പൊളിച്ചെടുത്തോ. അങ്ങനെ രാമായണവും മഹാഭാരതവും പൂതണക്കിന്റെ തൊലിയിൽ എഴുതിയത്. അതിനാണ് ഭൂർജപത്രം എന്ന് പറയുക. അപ്പൊ കവി ചോദിച്ചു, എന്താ എഴുതണ്ടേ? ചിറകിൽ നിന്നൊരു തൂവലൻ മുന്നിലിട്ടുപോയൊരു പക്ഷി, ഇതു നീ എടുത്തുകൊള്ളുക. കദളിപ്പൂച്ചെടി അതിൻ കായ്മണികൾ നീട്ടി
ഇതിലെഴും ചായമെടുത്തുകൊള്ളുക. ഒരു ഭൂർജ തരുവോതി എൻ സ്നിഗ്ധ ചർമ്മത്തിൻ ചിന്തിതാ നീ എടുത്തുകൊള്ളുക. പറയൂ ഞാനെന്തേ കുറിച്ചു തരേണ്ടതെന്നറിയാതെ ചോദിച്ചു പോയ നേരം ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ ഇത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഉത്തരം കേട്ടു കുറിച്ചു വയ്ക്കൂ ഞങ്ങൾ ഇത്തിരി സ്നേഹത്തിനക്ഷരങ്ങൾ. ഒടുവിലെ പക്ഷിയുമേതോ ശരമേറ്റ് ഹൃദയനഭത്തിൽ പിടഞ്ഞു വീഴ. ഇടവഴിയോരത്തെ കദളിപ്പൂച്ചെടി നിന്നൊരിടവും ഇന്നെന്റെ മറവിയായി. ഒരു ഭൂർജവൃക്ഷവും ഏതോ പുരാണത്തിൻ ചിത തിന്നൊരേട്ടിൽ പിഴുതടിഞ്ഞു. ഇനി എനിക്കെന്ത് തൂവൽ മഷി താളും എന്തു ഞാൻ ആർക്കായി കുറിച്ചിടണ്ടു. ഉത്തരം കേട്ടു എങ്ങു നിന്നോ എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ. ഉത്തരം കേട്ടു എങ്ങു നിന്നോ എല്ലാം ഒരിത്തിരി സ്നേഹത്താൽ വീണ്ടെടുക്കൂ എന്ന ONVയുടെ കവിത വരെ ഞാൻ പഠിച്ചത് കൊണ്ടാണ് എനിക്കെന്റെ മലയാള ഭാഷ കിട്ടിയത്. അതുകൊണ്ട് എന്റെ ഭാഷ കാലത്തിലൂടെ വന്ന വൈയക്ഷമാണ്. പക്ഷെ ആ ശബ്ദം ഭാഷ നിങ്ങളിൽ എത്തിക്കുന്നത് എന്റെ ശബ്ദോർജം കൊണ്ടല്ലേ? ആ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാ. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച സൗരോർജമാണ് എന്റെ ശബ്ദോർജം. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റിൽ വെയിലത്ത് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി കോയമ്പത്തൂർ, പാലക്കാട്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര വഴി മാഹിപ്പാലം കഴിഞ്ഞിട്ട് തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പ് മാവേലി സ്റ്റോറിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരിച്ചിട്ട് ചുട്ട 8 കോയക്കട്ട ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജമാണ് എന്റെ തൊണ്ടയിലെ സ്വനവേദകത്തിന്റെ വൈബ്രേഷനായി നിങ്ങൾ കേൾക്കുന്ന ഈ ഒറ്റ. ഇത് ഞാൻ ഒറ്റക്കുണ്ടാക്കിയതല്ല. ആന്ധ്രയിൽ ഉദിച്ച സൗരോർജത്തെ എന്റെ ശബ്ദോർജമാക്കി മാറ്റുന്നതിനിടയിൽ എത്ര കർഷകരും തൊഴിലാളികളും ചുമട്ടുകാരും വണ്ടി ഡ്രൈവർമാരും പണിയെടുത്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്. അതെല്ലാം ചേർന്നതാണ് എന്റെ ഭാഷ. അപ്പൊ എന്റെ പ്രസംഗം പ്ലസ് ആണ്. എങ്ങനെ? കാലത്തിലൂടെ വന്ന ഭാഷ, ദേശത്തിലൂടെ വന്ന ശബ്ദം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട പ്ലസ് ഇതാ. പാഠപുസ്തകം മാത്രമല്ല, പാഠപുസ്തകം ചെടിക്ക് വളമിടും പോലെയാ. ചെടിക്ക് വളമിട്ടാൽ നന്നാവും, പക്ഷെ ചെടി വളർത്തിക്കൊണ്ടേ ചെടി നടുവോ? യൂറിയും പൊട്ടാഷും ഫോസ്ഫറസും കൂട്ടിയിട്ടിട്ട് അതിന്റെ അകത്ത് ചെടി നട്ടാ ഉണങ്ങിപ്പോവും. സ്കൂളിലെ കുട്ടികളെ അയച്ചിട്ട് ടെൻഡർ കൊടുക്കുക, മാഷന്മാർ എന്തോ പഠിപ്പിച്ചോട്ടെ. നമുക്കെന്താ പണി? നമുക്ക് സീരിയൽ കാണണ്ടേ അല്ലേ? 3 കൊല്ലം കൂടുമ്പോ പ്രസവിക്കുന്ന പെണ്ണുങ്ങളെ കാണണ്ടേ? 9 മാസവും 17 ദിവസം മാക്സിമം പെണ്ണുങ്ങൾ പ്രസവിക്കുവല്ലേ. കഴിഞ്ഞ കൊല്ലം ഞാനൊരു വീട്ടിൽ പോയിട്ട് 1.5 കൊല്ലമായിട്ട് ഇക്കൊല്ലം ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണ് അന്ന് ഗർഭിണിയാ ഇന്നും ഗർഭിണിയെ വെച്ചിട്ടില്ല. കഥ തീർന്നു പോകുമ്പോഴും ഇത് നോക്കി ഇരിക്കുക നമ്മള് അല്ലേ? നമ്മുടെ റോസ് പൗഡർ കൊടുത്തിട്ട് മോളെ കാണാതായിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുമ്പോ സർവാഭരണ വിഭൂഷിതയായി പോകുന്ന നമ്മളെ വിഡ്ഢികളാക്കുന്ന പെയിന്റ് അടിച്ച പെണ്ണുങ്ങളെയാണോ സുന്ദരി? നിങ്ങളുടെ വയറ്റിൽ നിന്ന് നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ കുട്ടികളാണോ സുന്ദരി? അവന്റെ മുഖത്ത് നോക്ക്, ആ മോളുടെ മുഖത്ത് നോക്ക്, അവന്റെ അടുത്തിരിക്ക്. അവൻ 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ കിട്ടിയ 45-ന് മുത്തം കൊടുക്കോ? കിട്ടാത്ത 5-ന് കൂട്ടം കൂടൂ. കിട്ടിയ 45 പോയി, കിട്ടാത്ത 5-ന് അതല്ല അല്ലേ? അവനെ ഒന്ന് കെട്ടിപ്പിടിക്കുക. അവൻ പഠിക്കുമ്പോ അവന്റെ അടുത്തിരിക്കുക. അവന്റെ നെറ്റിയും നിങ്ങളുടെ നെറ്റിയും ചേർത്ത് നിർത്ത്. ഏത് കുരുത്തം കെട്ട കുട്ടിയായാലും അവന്റെ കുപ്പായത്തിന്റെ ഉള്ളിലൂട്ട കൈയിട്ടിട്ട് പുറത്തൊന്ന് മാറ്റി കൊടുക്കുക. അന്നേരം ഇങ്ങനെ മാറ്റി കൊടുക്കുക. നിങ്ങൾ പൂച്ച പോലെ. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, പുറം ഉണ്ടാക്കി എന്നെ മാന്താനാണ്. വേറെന്തും കൈകൊണ്ട് കാലുകൊണ്ട് തലയുണ്ടല്ലോ ഉപകാരമുണ്ട്. പുറം കൊണ്ട് എന്താ കാര്യം? കേരളത്തിലെ 3 കോടി ആളുടെ പുറത്തിന്റെ നീളോ വീതിയോ എടുത്തു നോക്കുമ്പോ 50,000 ഏക്കറ പുറമുണ്ട് വെറുതെ തരിശായി കിടക്കുന്നത്. അത് മാന്താൻ മാത്രമല്ല, മനസ്സിലായോ? മാന്തി കൊടുത്ത് അവനെ ഒന്ന് കെട്ടിപ്പിടിക്ക്. ചെറിയ പ്രായത്തിൽ എപ്പോഴും മടിയിലല്ലേ കുട്ടികൾ. പിന്നീട് മണിച്ചുകൊണ്ടേ അല്ലേ കിടക്കെ കൊണ്ടേ മണിക്കുന്നു. പിന്നെ വിട്ട് പോകുമ്പോ ആ കുട്ടിക്ക് നഷ്ടബോധം ഉണ്ടാവും. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ എത്തിയ അച്ഛനും അമ്മയും കുട്ടികളെ തൊടൂല.
കെട്ടിപ്പിടിക്കൂല. അതവന്റെ മനസ്സിലുണ്ടാകുന്ന ശൂന്യതയാണ് പരിഹരിക്കാൻ അവൻ നാട്ടിൽ കൊണ്ടുപോയിട്ട് കണ്ട ആളെ കെട്ടിപ്പിടിച്ച് പീഡന കേസ് പ്രതിയാകുമ്പോൾ ഇങ്ങോട്ട് തിരികെ. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. ആ കുട്ടികൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു അല്ലേ? ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ഞാൻ കണ്ണൂരിൽ നിന്നാ വരുന്നത്. അവിടെ രാഷ്ട്രീയ കൊലപാതകം കൊണ്ട് പോലും ആര് പറഞ്ഞു വെറും വിട്ടിത്തം. ഒരു രാഷ്ട്രീയ കൊലപാതകവും ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞൊരു കൊലപാതകം ഇല്ല. കുടുംബ കൊലപാതകത്തിന് കത്തി കുത്തനെ തകർക്കും, രാഷ്ട്രീയ കൊലപാതകത്തിന് ചേർക്കും. അങ്ങനെയുണ്ട്. എല്ലാം പച്ച കൊലപാതക. രാഷ്ട്രീയവും കൊലപാതകവും ഒരു ബന്ധമില്ല. പിന്നെ എന്താ വിഷയം? ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഒരു കൊടി കാണുമ്പോൾ എന്റെ നെഞ്ചത്താ കുത്തിയെന്ന് തോന്നുന്നു, ആ പടപ്പൊരിക്കട്ടെന്ന് പറയൂ. അതെ, പെട്ടെന്ന് ദേഷ്യം വരൂ. ദേഷ്യം വരുന്നതിന്റെ ഉത്തരവാദി ആരാ? സ്പീഡാണ് ചെറുപ്പക്കാരുടെ താളബോധം. എല്ലാവർക്കും ഓരോ താളബോധമുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ താളബോധമില്ലേ? പണ്ട് മച്ചിട്ട വീടിന് മരത്തിന്റെ മച്ചിട്ടിട്ട് അതിൽ മണ്ണ് കുഴച്ചടിക്കൂലേ? അതുപോലെ ചില ആള് ഭക്ഷണം അയച്ച് മച്ചിന് മണ്ണെറിയും പോലെ തിന്നു നാട്ടിനാണ്. ചില ആളുകള് അങ്ങനെ തിന്നില്ല. പ്രശ്നക്കാരന്റെ അടുത്ത് പോയ പോലെ സാന്നിധ്യ, ക്ഷേത്രാണി, ബിംബാണി, ശ്രേണി, ലഗ്ന, ചിന്തയിൽ വെച്ചു. വലിയ അത് ഓരോ താളമാണ്. നടത്തത്തിന് താളമുണ്ട്. ഈ താളം എങ്ങനെ കിട്ടുന്നു? ബൈക്കുമല്ലേ ചെറുപ്പക്കാർക്ക് മെല്ലെ പോകാൻ അറിയോ? കാലന്റെ ബ്രാഞ്ച് സെക്രട്ടറി പോകുമ്പോലേ പോകും അല്ലേ? അടിപൊളി പാട്ട് വേണ്ടേ? പഴയ പാട്ട് വേണോ? വായനശാലയിൽ, എന്റെ നാട്ടിലെ വായനശാലയിൽ ഒരു ഗാനമേളയിൽ ഒരു കണ്ണ് കാണാത്ത ഒരാള് പാട്ട് പാടുക. കണ്ണ് കാണാത്ത ഒരാള്. എന്നാ ഈ തുള്ളുന്ന പിള്ളേർക്ക് എന്ത് കണ്ണ് കാണാത്ത ആള്? അയാൾ പാടിയ പാട്ട് പഴയ കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ, കാണാനുള്ളത് കരളിൽ പകരാൻ, കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ എന്ന് പാടുക. ഇത് പാടുമ്പോ ചെറുപ്പക്കാർ കൂവലേ കൂവല്. അവർക്കത് കേട്ടിരിക്കാൻ പറ്റുന്നില്ല. അയാള് പാട്ട് നിർത്തിയിട്ട് പോന്നാണ്ടിട്ട് എനിക്ക് കണ്ണെന്ന് വെള്ളം വന്നുപോയി. പക്ഷെ ഗാനമേളക്കാർ ബാക്കിയുള്ള കൂട്ടർ വേറെ പാട്ട് പാടിയപ്പോ ചെറുപ്പക്കാർക്ക് തുള്ളാൻ തുടങ്ങി. തുടക്കം മാംഗല്യം തന്തുനാനേന. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് ആർക്കും കഴിയോ? മാംഗല്യം തന്തുനാനേന ജീവിതം തുന്തനാനേന. അർത്ഥം അറിയുന്നു ഒറ്റ കുട്ടിയുണ്ട് ഇവിടെ നാട്ടില്. അർത്ഥമൊന്നും അറിയില്ല, വെറുതെ തുള്ളുക. താളം അത് ചെറുപ്പക്കാരുടെ കുഴപ്പമല്ല. അവരുടെ താളബോധത്തെ രൂപപ്പെടുത്തുന്നത് അവൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമായി രൂപപ്പെട്ട അന്നു മുതൽ അവന്റെ താളബോധത്തിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ? ജനിച്ചാലേ കണ്ണു തുറക്കൂ, മൂക്കുകൊണ്ട് മണക്കൂ, നാക്കുകൊണ്ട് രുചിക്കൂ, തൊക്കുകൊണ്ട് സ്പർശിക്കൂ. പക്ഷെ കാത് അമ്മേന്റെ വയറ്റിൽ കിടക്കും. 5-ാം മാസം കുട്ടിക്ക് കാത് മുളക്കൂ. അന്നേരം കേൾക്കുന്ന ശബ്ദം, അതാ ഗർഭിണികൾ പാട്ട് കേൾക്കണം എന്ന് പറയുന്നത്. അന്നേരം കേൾക്കുന്ന ശബ്ദം അവന്റെ താളബോധം. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗർഭിണികളോട് അമ്മിയിലിട്ട് അരക്കാനും ഉരലിലിട്ട് കുത്താനെല്ലാം പറയും. കാരണവന്മാറും മുത്തശ്ശിയല്ലോ. ഇതിനാ തടിയിളകിയിട്ട് കീറില്ലാത്ത പേറിനാ. പണ്ട് പേറും ഇന്ന് കീറുമല്ലേ? എന്റെ നാട്ടിൽ അംഗനവാടിയും വിട്ടിട്ട് കുട്ടികൾ വരുമ്പോ പെട്ടെന്ന് 2 തെരുവ് പട്ടി ഓടി വന്നു കുട്ടികളെ നേരെ. ഒരു പയ്യൻ ഓടി മരത്തുമ്പോ കീറിക്കഴിഞ്ഞു. ബാക്കിയുള്ള പിള്ളേർ നിന്നടക്കെന്ന് നിലവിളിയ. അന്നേരം കച്ചവടക്കാരെ മൂത്തിയാജി പറഞ്ഞൊരു വചനമുണ്ട്, എഴുതി വെക്കേണ്ട വചനമാണ്. അദ്ദേഹം പറഞ്ഞു, ആ മരത്തുമക്കീരെ ചെക്കനെ നോക്ക്, അത് സ്വാഭാവികമായി പറ്റതും ബാക്കിയല്ല സീസേറിയനായിരിക്കും. കാരണം സ്വാഭാവികമായി പറ്റ ചെക്കൻ ജനിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കേണ്ടി വരും. തോളല്ലോണ്ട് സ്വയം തുക്കി പുറത്ത് വന്നവൻ. ബാക്കി കുട്ടികൾ ഒന്നും അറിയില്ല. അപ്പുറത്ത് നിർത്തി ഇപ്പുറം വെച്ചു കൊടുക്കുക. എന്തിനും ആരെങ്കിലും സഹായം വേണം. സ്കൂള് വണ്ടി വരുമ്പോഴേക്ക് കണ്ടില്ലേ ഒരു കുഴപ്പം, എന്റെ ട്രൗസർ കാണുന്നില്ല, എന്റെ ബെൽറ്റ്, എല്ലാവരും എടുത്ത് തട്ടി അടുപ്പിച്ചു കൊടുക്കണം. സിസേറിയന്റെ കുഴപ്പമാണ്. മനസ്സിലായി? അതൊഴിവാക്കാനാണ് അമ്മിയിലിട്ട് അരച്ചല്ല. അമ്മിയുടെ താളം എന്താ? വയറിന്റെ അടുത്തല്ലേ അമ്മി? അമ്മിയുടെ താളം സ്പീഡാണോ? അല്ല, ആ താളം കുട്ടികൾക്കും. ആവണിപ്പാടം എന്ന ONV കുറുപ്പിന്റെ കവിതയുടെ താളമാണ്. കുഞ്ഞിനു തീറ്റ കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ഉതിർമണിയൊന്നു കൊറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ. ഊഞ്ഞാലിന്റെ താളത്തിലായിരിക്കുക. നെല്ല് കുത്തുന്ന താളം എന്താ? പടപടപടേ കുത്തുവോ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്തു പണിയാണടോ?
ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കുത്തലാണടോ. നെല്ല് കുത്തലെങ്ങനാടി മോതിരക്കൂറത്തി, നെല്ല് കുത്തലിങ്ങനെ പിന്നങ്ങനെ പിന്നിങ്ങനെ. ആ താളം കേട്ട കുട്ടിക്ക് പണ്ടത്തെ ആരോമൽ ചേകവർ സിനിമയിൽ ആടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ എന്ന പാട്ട് 16 പാട്ട് ആ സിനിമയിലുണ്ട്. 3.5 മണിക്കൂർ തുടക്കടിച്ചിരുന്ന് കേട്ട് ഇരിക്കും. പാട്ട് പുസ്തകം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് പാടും. ഇന്ന് 3.5 മണിക്കൂറുള്ള സിനിമ കാണാൻ ക്ഷമയുള്ള ചെറുപ്പക്കാരുണ്ടോ? ഇല്ല. കാരണം ഇന്ന് ഗർഭിണി ഏതെങ്കിലും അമ്മയുമ്മൽ തിരക്കുവോ? ഇല്ല. ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നല്ല സ്മാർട്ടായിട്ട് സന്തോഷത്തോടെ പോയ പെണ്ണിനെ ഡോക്ടർ പറയും പേടിപ്പിക്കൂ, നിങ്ങളുടെ മോളെ ബെഡ് റെസ്റ്റാ. അങ്ങോട്ട് ഉഷാറ് പോയ പെണ്ണ് പിന്നെ ഇങ്ങോട്ട് വരുന്നാണ്ടിനാ വീരാജിപ്പേട്ടേന്ന് പുല്ലും വണ്ടി കൊണ്ടുവരും പോലെ തട്ടാണ്ട് മുട്ടാണ്ട് നടക്കുകയല്ലേ. ഇവള് പറ്റ കുട്ടി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരുന്ന കത്തിയെടുത്ത് കുത്തുന്ന ബോംബെടുത്തെറിയുന്നു. കാരണം ഇവന്റെ താളബോധം സെറ്റ് ചെയ്തത് അമ്മി വരലു അല്ല, മിക്സിയാ. അല്ലേ അതിലാ താളം. അമ്മിയിലിട്ടരച്ച അമ്മ പറ്റ ചെക്കനോട് പണ്ടൊരു പെണ്ണ് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടോ? കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. മറുപടിയായിട്ട് അച്ചക്കൻ പറഞ്ഞത് അമ്മീന്റെ താളത്തിൽ പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മാറൊന്നൊന്നും ചെയ്തുകൂടാ. പോറ്റി വലുതാക്കി അച്ഛനെ മറക്കരുത്, അമ്മയെ മറക്കരുത്, നാടിന്റെ മര്യാദയെ മറക്കരുത്, നിന്നെ ഒരിക്കൽ കൊണ്ടുപോകാം. പ്രേമം നിഷേധിച്ചിട്ടില്ല രമണൻ. ഇന്നു വേണ്ടോ മലാളെ. എന്നാൽ ഇന്ന് മിസ്സിന്റെ താളത്ത് പറ്റ ചെക്കനോട് ഏതെങ്കിലും പെണ്ണ് ഞാനും വരട്ടെ ചോദിച്ച പോരൂ കുഞ്ഞാരേ മറുപടി അല്ലേ. ഇനി പെൺകുട്ടികൾ ഞാനും വരട്ടെ എന്ന് ചോദിക്കുന്ന പെൺകുട്ടികളാ. പെൺകുട്ടികളെ പാട്ട് കേട്ടിട്ടുണ്ടോ? ഡാഡി മമ്മി വീട്ടിലില്ല, കടപോട്ട് ആരുമില്ല, വിളയാടാൻ ബാടാ ബില്ലാടാൻ. അച്ഛനും അമ്മയും വീട്ടിലില്ല, തടയാൻ ആരുമില്ല, വിളയാടാൻ ഇങ്ങ് പോലും ബില്ലാടാന്ന് പറയുന്ന പെൺകുട്ടികൾ. നമ്മുടെ കുട്ടികളുടെ താളബോധത്തെ ട്യൂൺ ചെയ്യുന്നതിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വലിയ പാകപ്പിഴകൾ വരുത്തുന്നു. അവരെ കൂട്ടത്തിൽ വട്ടത്തിൽ ഇരുത്താൻ വരാന്തകളെ തിരിച്ചു പിടിക്കണം നമ്മൾ. കിടപ്പുമുറികൾ അതല്ല വീടിന്റെ ശ്രീകോവിൽ. വരാന്തയാണ്, അവിടെയാണ് വിളക്ക് വെക്കുന്നത്, അവിടെയാണ് വിശാലമായ വരാന്തകളും ചെറിയ കിടപ്പുമുറിയുള്ള പഴയ തറവാട് വീടുകൾ കണ്ടിട്ടില്ലേ? ഇപ്പോഴത്തെ വീട് ചെറിയ വരാന്ത, വലിയ കിടപ്പുമുറി. ഉണ്ണലും ഉറങ്ങലും ഉണ്ണിണ്ടാക്കലും വിസർജിക്കലും എല്ലാം കിടപ്പുമുറിയില്ല, എല്ലാം ഇല്ല, ബാത്ത് അറ്റാച്ച്ഡാ അല്ലേ. വരാന്തകൾ ചെറുതായി. വരാന്തയിൽ ആരെങ്കിലും നന്നായി ഇരിക്കാൻ ഫൈബർ കസേര ഇല്ലാത്ത കാലത്ത് ഞങ്ങളെ നാട്ടിലെല്ലാം ഇരുത്തി കെട്ടു. ഇരുത്തി ഒരു അരപ്പോസ്റ്റ് ഉയർത്തി കെട്ടു. ആരെങ്കിലും വന്ന അതിന്റെ മേലെ ഇരുത്തി, അതാ ഇരുത്തി കെട്ടുന്നു. ഇപ്പൊ അവിടെ ഗ്രില്ലിട്ടു. വരാന്താന്ന് ഇംഗ്ലീഷിൽ എഴുതി വെക്കുമ്പോണെങ്കിൽ ഗ്രില്ലിട്ടിട്ട് VARAMTA വഴിപോന്ന ആള് വായിക്കും വരണ്ട, ഇങ്ങോട്ട് വരണ്ട. ചില വീട്ടിൽ പോയ സെൻട്രൽ ജയിലിൽ പോയിട്ട് ഒരാളെ കാണുന്നതിനേക്കാൾ പ്രയാസാണെന്ന്. ആ വരാന്തകളെ തിരിച്ചു പിടിക്കൂ, അവിടെ ഒത്തുചേരൂ, സർഗാത്മകമാക്കൂ കുടുംബ ബന്ധങ്ങൾ, സർഗാത്മകമാക്കൂ. ഞാൻ 3 ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ കുടുംബം സർഗാത്മകമാണോ എന്ന് അറിയാൻ 3 ചോദ്യം. 1, ഈ വർഷം നമുക്ക് 2 നഷ്ടമുണ്ട്. 2 കവികൾ. കാവാലം നാരായണപ്പണിക്കർ അല്ലേ? പുലരിത്തൂ മഞ്ഞുത്തുള്ളി പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന പാട്ട് പാടിയ എഴുതിയ കാവാലം. മറ്റൊരാള് ONV. ഫെബ്രുവരി 13 മരിച്ച ONV ആരാ? നമ്മുടെ ഗൃഹാതുരത്വത്തിന്റെ പ്രതീകമല്ലേ ONV? അല്ലേ? നമുക്ക് നമ്മുടെ ഗ്രാമത്തിലേക്ക് നമ്മൾ പഠിച്ച പ്രൈമറി വിദ്യാലയത്തിലേക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത മലയാളിയുണ്ടാവും. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാളെല്ലി മരമൊന്നോലുത്തുവാൻ മോഹം എന്ന് പാടിത്തന്ന ONV അല്ലേ? കേരളത്തിലെ വയലേലകളിൽ ആരോരും സഹായമില്ലാതെ, തൊഴിലാളിക്ക് ദൈവം പോലും സഹായമില്ലാതിരുന്ന കാലത്ത് അവനെ സാന്ത്വനിപ്പിക്കാൻ തെന്നലിനെ കാറ്റിനെ അയച്ചു കൊടുത്തു ONV. ഇവയിൽ നിന്ന് വിളയാടും വിളവില്ല നിലമാണ്, നിവരാനും നേരമില്ലാതെന്നല്ലേ, വിളവില്ല വേല ചെയ്ത് തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തന്നല്ലേ തന്നല്ലേ എന്ന് പാടിത്തന്ന ONV അല്ലേ?
ദൈവത്തെ പറയുമ്പോഴും സത്യവും സൗന്ദര്യവും പറയുന്ന ഒ എൻ വി. ദൈവത്തെ വർണ്ണിക്കുമ്പോൾ പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്രി ശൃംഗത്തിൽ വെൺകൊറ്റപ്പുങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്തധൂർജടി ഹസ്തമാർന്ന തുടിതൻ ഉത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം എന്ന് പാടുന്ന ഒ എൻ വി. അല്ലേ? പ്രേമിക്കാൻ പഠിപ്പിച്ച ഒ എൻ വി. പ്രേമം ശരീരം നോക്കിയിട്ടല്ല. വെണ്ണ തോൽക്കുമുടലോടെ എന്ന് പാടുന്ന സിനിമാ പാട്ടിന് പകരം ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ. ആത്മാവിന്റെ സൗന്ദര്യത്തെ നോക്കി പ്രണയഗാനം പാടുന്ന ആ കാമുകൻ, ഒ എൻ വിയുടെ പാട്ടിലെ കാമുകൻ കാമുകിയെ തൊടാറില്ല. ഒരു ദളം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിൽപ്പൂ. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ നിൽക്കുന്ന കാമുകൻ നിന്നു ഞാനുമൊരന്യനെ പോൽ, വെറുമന്യനെ പോൽ നിൽക്കുന്ന കാമുകൻ. ആ ഒ എൻ വി മരിച്ചിട്ട് 11 മാസമായി. ഈ 11 മാസത്തിനിടയിൽ ഈ പ്രദേശത്തുള്ള എത്ര ആളുടെ വീട്ടിൽ ഒ എൻ വിയുടെ ഒരു കവിതയോ പാട്ടോ നാടകഗാനോ പാടി ഒന്ന് കൈകൊണ്ടിച്ചട്ടെ. വീട്ടിലെല്ലാരും വട്ടത്തിലിരുന്നിട്ട് 3-4 ആളാ കൈകൊണ്ടിച്ച്. പെണ്ണുങ്ങൾക്കെന്ന പണി. ഒരു പാട്ട് പാടിക്കൂടെ? നിങ്ങളെ പാടെ അലിഞ്ഞു പോവോ പാട്ട് പാടിയാൽ? പാട്ടു പാടുന്നില്ലെങ്കിൽ ഒരു അമ്മയല്ല. പാട്ടുപാടുന്നില്ലെങ്കിൽ അമ്മയെ ശൂർപ്പണഖ പൂതന എന്ന് വിളിക്കണം. പാടണ്ടേ? പാടണം. കണ്ണന്റെ കയ്യും പിടിച്ചിട്ട് യമുനാനദി കാണാൻ പോയി യശോദ. കണ്ണൻ ചോദിച്ചു, അമ്മേ, യമുനാനദിയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നില്ലല്ലോ, എവിടെ പോകുന്നു? നിങ്ങളോടാ ചോദിച്ചാ മിണ്ടാണ്ടിക്കടാന്ന് പറയൂലേ. ആ അമ്മ പറഞ്ഞു, കണ്ണാ, നീ ഓടക്കുഴല് വിളിക്കുന്നത് കൊണ്ടാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് ആ കണ്ണനെ പഠിപ്പിച്ചതുകൊണ്ട് പുഴിയെ സ്നേഹിച്ച കണ്ണൻ കാളിന്തിയിൽ വിഷം കലർത്തുന്ന മാവൂർ ഗോളി റാൻസിനെതിരായിട്ട് സമരം ചെയ്തില്ലേ? മാവൂർ ഗോളി റാൻസിന് അന്ന് പറയുന്ന പേരാ കാളിയൻ. പുഴ ഉത്ഭവിക്കുന്ന കുന്നിനെ പൂജിക്കണമെന്ന് കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിലും റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ? ഗോവർദ്ധനത്തെ പൂജിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അമ്മയിൽ നിന്ന് പഠിച്ചു ആർദ്രത, അനുഭൂതി, സൗന്ദര്യബോധം, പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ. അല്ലേ? ഒരു കവിത ചൊല്ലുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, മക്കൾക്ക് വേണ്ടിയിട്ട് ഉത്സവത്തിന്, ഉറൂസിന്, ക്രിസ്മസിന്, തെയ്യത്തിന്, പെരുങ്കളിയാട്ടത്തിനെല്ലാം 5000ന്റെ ഭക്ഷണവും 10,000ന്റെ ഡ്രസ്സും 250ന്റെ കേക്കും വാങ്ങി കൊണ്ടൊക്കെ കൊടുക്കുമ്പോ അതിന്റെ അപ്പുറത്തെ ഒരു ബുക്ക് സ്റ്റാളിൽ നിന്ന് ഒരു 50 രൂപയുടെ പുസ്തകം മക്കൾക്ക് സ്ഥിരമായിട്ട് വാങ്ങുന്ന എത്ര ആളുണ്ടെന്ന് കൈവക്കിയ? ടൗണിൽ പോയിട്ട് വരുമ്പോ ഒരാളെ കൈവക്കിയേ. 250ന്റെ കേക്ക് വാങ്ങിക്കൊണ്ടെത്താ കുട്ടികളെ ശ്രമിച്ച് പിറ്റേന്നേക്ക് ഫ്ലക്സ് തുറന്നങ്ങ് പോയി. എന്നാ പുസ്തകം അവിടെ പോവോ? അവിടെ കിടക്കും. ഒരു 50 രൂപയുടെ പുസ്തകം, സാക്ഷര കേരള പോലും. എന്നിട്ട് പുസ്തകം മക്കൾക്ക് സാധനം വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനം പുസ്തകത്തിന് നീക്കി വെക്കുവോ? ആ ശീലയില്ല. മൂന്നാമത്തെ ചോദ്യം, കുട്ടികളെയും കൂട്ടിയിട്ട് തെയ്യത്തിനും, ഉറൂസിനും, ഉത്സവത്തിനും, പെരുങ്കളിയാട്ടത്തിനും, തെയ്യത്തിനും, കല്യാണത്തിനും, ഷോപ്പിങ്ങിനും പോകുന്നതിന്റെ കൂട്ടത്തിൽ മാസത്തിൽ ഒരു ദിവസം കുട്ടികളെയും കൂട്ടിയിട്ട് വായനശാലയിൽ പോകുന്ന അത്ര ആളുടെ കൈവക്കും ആരുമില്ല. അത് മാറ്റണം. ഈ വായനശാല ഒരു ദൈവമാണ്. വേദങ്ങളിലെ ഒരു പ്രാർത്ഥന, ഹേ ശാലേ, ഞങ്ങളുടെ പശുക്കളെ ക്രൂരമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ഹേ ശാലേ, ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും രക്ഷിക്കണമേ. ആരായിശാല? ഇലകൾ കൊണ്ട് വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ കെട്ടിയുയർത്തിയിരിക്കുന്ന ശാല, പർണശാല. അത് ദൈവമായിരുന്നു. ആ പർണശാലയാണ് പിന്നെ വായനശാല, നാടകശാല, പണ്ഡികശാലയൊക്കെയായത്. ശാല വേദത്തിലെ ദൈവമാണ്. അതൊരു പ്രകാശഗോപുരമാണ്.
ആ പ്രകാശഗോപുരത്തിൽ നിന്ന് വെളിച്ചം കൊടുത്തിട്ട് വേണം ഈ കുട്ടികളുടെ ഭൂതം ഭാവി വർത്തമാനം അവരെ പഠിപ്പിക്കാൻ. എവിടെ നിന്നു വന്നു ഞാൻ എന്നറിയണമെങ്കിൽ, എവിടേക്ക് പോണു ഞാൻ എന്നറിയണമെങ്കിൽ വായനശാലയിൽ പോയിട്ട് വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് പഠിക്കണം. കുട്ടികൾ വായിക്കണം, വീട്ടുകാർ വായിക്കണം, കൂടിയിരുന്ന് വായിക്കണം. വായനയുടെ 10 ഘട്ടങ്ങളുണ്ട്. വായനക്ക് 10 ഘട്ടങ്ങളുണ്ട്, വെറും വായനയല്ല. വായനയുടെ 1ാമത്തെ ഘട്ടം വായിക്കാൻ തോന്നണ്ടേ? വായിക്കണമെന്ന് തോന്നുന്നില്ല. തോന്നണമെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ പോരാ, വസ്ത്രം കൊടുത്താൽ പോരാ, അവര് ഹൃദയവും മനസ്സും കൊടുത്തോ? വസ്ത്രവും ഭക്ഷണവും കൊടുക്കാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ മക്കളെ പോറ്റണ്ട. പശുവിനെ പോറ്റിയാൽ കറന്നിട്ട് വിൽക്ക, മക്കളെ കറക്കാൻ പറ്റുമോ? ആടിനെ പോറ്റിയാൽ ഇറച്ചി വിൽക്ക, മക്കളെ ഇറച്ചി വിൽക്കാൻ പറ്റുമോ? ശരീരം വളർത്തിയാൽ പോരാ. ശരീരം മൃഗങ്ങളെ പോലെ തന്നെ നമുക്കും. മൃഗങ്ങൾക്കും 2 കണ്ണാണ്, നമുക്കും 2 കണ്ണാണ്. മൃഗങ്ങൾക്കും കണ്ണിന് താഴെയാണ് മൂക്ക്, നമുക്കും കണ്ണിന് താഴെയാണ് മൂക്ക്. മൃഗങ്ങൾക്കും മൂക്കിന് 2 ദ്വാരമാണ്, നമുക്കും മൂക്കിന് 2 ദ്വാരമാണ്. മൂക്കിലൂടെ മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ? നമ്മളും അത് തന്നെയല്ലത് മാറ്റാൻ പറ്റുമോ? ജനുവരി 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഈ ഓക്സിജനിൽ ഒരുപാട് കൃത്രിമ വായുക്കൾ കടത്തി കയറിയിട്ടുണ്ട്, കുറെ പ്ലാസ്റ്റിക് കത്തിച്ചിട്ടുണ്ട്, വൃത്തികെട്ട വായുണ്ട്, കുറെ ആളുകൾ സിലിണ്ടറിൽ ഓക്സിജനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനെല്ലാം അത് പൈസ പൂഴ്ത്തിവെച്ചതാണ് ഓക്സിജൻ. അതിനെല്ലാം ആ തട്ടിപ്പ് മുഴുവൻ പുറത്തുവിടാനായിട്ടിടാ ജനുവരി 8-ാം തീയതി അർദ്ധരാത്രി മുതൽ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും ഇനി ഹൈഡ്രജൻ മാത്രമേ ശ്വസിക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഓക്സിജൻ ശ്വസിക്കുന്ന മൂക്ക് മെഡിക്കൽ കോളേജിൽ പോയിട്ട് മാറ്റി സെറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ശ്വസിക്കുന്ന ആയിക്കോളണം, ക്യൂ നിൽക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. അത് ബാരക് ഒബാമ ആയാലും ട്രംപ് ആയാലും ഓക്സിജൻ തന്നെ വേണം. അത് മൃഗങ്ങൾക്ക് ഓക്സിജൻ തന്നെ വേണം. ചോരക്ക് നിറം ചോപ്പാണ്. മൃഗങ്ങളുടെ ശരീരവും മനുഷ്യന്റെ ശരീരവും രക്തം, അസ്ഥി, മജ്ജ, മാംസം കൊണ്ടുണ്ടാക്കിയതാ. പിന്നെ എന്താ വ്യത്യാസം? ശരീരം കൊണ്ടല്ല നമ്മൾ മൃഗമല്ലാതാവുന്നത്. മൃഗത്തിന്റെ അതേ ശരീര. കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾ പറയും, മനുഷ്യന് വാലില്ലല്ലോ, ചിമ്പൻസിക്ക് വാലില്ലല്ലോ, എന്നിട്ട് അതിന് സ്കൂളിൽ ചേർക്കലുണ്ടായിരുന്നു. അത് മനുഷ്യനാണോ? വാലില്ലാത്ത 7 തരം മൃഗമുണ്ട്. അന്നേരം കുട്ടികൾ പറയും, മനുഷ്യന് 2 കാലല്ലേ ഉള്ളൂ, മൃഗങ്ങൾക്ക് 4 കാലില്ലേ. എന്താ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ, ഏതെങ്കിലും മനുഷ്യന്മാര് ആദ്യം തന്നെ നടന്നത് 2 കാലിലാണെങ്കിൽ ഇപ്പൊ സ്റ്റേജ് മക്കേരി വന്നാൽ 2000 രൂപയുടെ ചില്ലറ ഞാൻ തരും പറഞ്ഞിട്ടുണ്ടോ? നമ്മളെല്ലാം ആദ്യം 4 കാലുമല്ല നടന്നത്. പിന്നെ ജംബോ സർക്കസിൽ ആന നടക്കുന്നിട്ടുണ്ടോ? 2 കാല് പൊതിച്ചിട്ട്. അതുപോലെ നമ്മളും അഭ്യാസം പഠിച്ച് പലവട്ടം വീഴുമ്പോൾ നടക്കാൻ പഠിച്ചതാ, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ. നമുക്കും 4 കാല. നിങ്ങളിരിക്കുന്ന കസേരക്ക് 4 കാല, മേശക്ക് 4 കാല, ബെഞ്ചിനും 4 കാല, കാലിന് കാല് എന്ന് പേര് വന്ന് 4 കൊണ്ടാ. 4 ഭാഗത്തും മറിഞ്ഞു വീണ് നിൽക്കണമെങ്കിൽ 4 കാല് വേണം. 1 കാല് 4-1 4-1 കണക്കിന്റെ ടീച്ചർ പറയാ 1/4 എന്നാണ്. 1/4 കാല് എന്ന് പറയാ. കാലിന് കാല് എന്ന് പേര് വന്ന് 1/4 കൊണ്ടാ. കാലും കൂട്ടിയാൽ എത്രയാ? അര. എന്റെ 1 കാലിൽ കൂട്ടണം, മറ്റേ കാലിൽ സമയം ഇതല്ലേ അര. 2 കാലിയുടെ കൂട്ടുന്നോണ്ടാ ഇതിന് അര എന്ന് പേര് വന്ന്. എന്റെ നാട്ടിൽ ഈ മുമ്പിൽ വെച്ച സാധനത്തിന് പറയുന്ന പേര് ബറതാങ്ങിന്നാ. പ്രസംഗിക്കുമ്പോൾ ബർക്കുന്നുണ്ടെങ്കിൽ താങ്ങിപ്പിടിക്കുന്ന കൊണ്ടാ ബറതാങ്ങി എന്ന് പേര്. വായനശാലേന്റെ ചുമരിന് പേര് വന്നത് മേൽക്കൂരിയെ ചുമന്ന് നിൽക്കുന്നത് കൊണ്ടാ. ദോശക്ക് ദോശ എന്ന് പേര് വന്നത് ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 2 അല്ലേ. ദോശ തട്ടുമ്മൽ ഒഴിക്കുമ്പോ ഒച്ചയുണ്ടാവും, മറിച്ചിടുമ്പോ ഒച്ചയുണ്ടാവും. 2 തവണ അതാ ദോഷ്. ഇത് ഞാനൊരു സ്കൂൾ പറഞ്ഞപ്പോ ഒരു ചെക്കൻ എണീറ്റ് എന്നോട് പറഞ്ഞു, എന്നാ പൊറോട്ടക്ക് എങ്ങനെയാ പൊറോട്ട? പെട്ടെന്ന് ബൾബ് കത്തി. ഞാൻ പറഞ്ഞു, നല്ല പൊറോട്ടയാ മോനെ, പൊന്തിച്ച് പിടിച്ചു നോക്കി. 2 പൊറോട്ടയല്ലേ? പൊറോട്ട. പുതപ്പിന് പുതപ്പ് എന്നെങ്ങനെയാ പേര് വന്ന? നിങ്ങൾ പുതച്ചാ ഒന്ന് മറിഞ്ഞു കിടക്കും, പുതപ്പങ്ങ് പോയില്ലേ? ശീതം പിടിക്കുമ്പോ ആരെങ്കിലും ടോർച്ചടിച്ച് നോക്കിയിട്ടാ പുതപ്പെടുക്കുക. കൊതുകടിക്കുമ്പോൾ ലൈറ്റിട്ട് നോക്കിയിട്ട് എടുക്കുക. കൈകൊണ്ടും കാലുകൊണ്ടും തപ്പും, പിന്നെയും പോ തപ്പ്, പോ തപ്പ്, പോ തപ്പ്, പോ തപ്പ്. കാലിന് കാലെന്ന് പേര് വന്നത് 4 കൊണ്ടാണ് മനുഷ്യനും 4 ശരീരം കൊണ്ട് മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ ശരീരം മൃഗങ്ങളെക്കാൾ പോക്ക്, കൊതുകും പ്രാണിയും എല്ലാം കടിച്ചിട്ടു ഒരു പശുവിനും പട്ടിക്കും പൂച്ചക്കും ചിക്കൻ കുനിയും ഡെങ്കിപ്പനിയും വരുന്നില്ല. നമുക്ക് വരുന്ന പശുവും പൂച്ചയും പട്ടി ആനയെല്ലാം മഴ കൊണ്ടിട്ട് അതിന് ജലദോഷം വരുന്നില്ല. നമ്മളെ കുട്ടിയൊക്കെ ഒരു മഴപ്പാറിൽ കൊള്ളുമ്പോൾക്ക് മൂക്കൊണ്ട് 11 എഴുതൂ. കണ്ടില്ല? മൂക്കൊണ്ട് 11 എഴുതൂ.
രാവിലെയും രാത്രിയും പല്ല് തേച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് പല്ലുവേദന വരുന്നു എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ കുട്ടികൾ ഒരുപാട് ആള് ലോണും വാങ്ങിയിട്ട് ദന്തൽ കോളേജിൽ പഠിക്കുന്നു, ദന്ത ഡോക്ടറാവാൻ. നമുക്ക് പല്ലുവേദന വന്നിട്ടില്ല, ഇവരെ ലോണാരടക്കുക. എന്നാൽ ഇന്നോളം ഒരു മൃഗവും പല്ല് തേച്ചിട്ടില്ലല്ലോ. എന്നിട്ട് ഏതെങ്കിലും പശുവിന് പല്ലുവേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന കണ്ടിട്ടുണ്ടാവോ? ആരെ പല്ല നല്ല മൃഗത്തിന്റെ അല്ലേ? പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോടും. നിങ്ങളെല്ലാം വെച്ചിട്ട് ഓടിനാ പെണ്ണുങ്ങൾ. 6 മാസം കഴിഞ്ഞാലല്ലേ കമിഴ്ന്ന് കിടന്ന്. അംഗൻവാടിയിൽ LKG പോകുമ്പോ 3 വയസ്സായില്ലേ? 3ാമത്തെ വയസ്സിൽ പശു പ്രസവിച്ചിട്ട് ഒരു അമ്മയാ. നമ്മളെ കുട്ടിയോ കുഞ്ഞിമോളാ. ഇവൾ അമ്മയാവാൻ 18, കല്യാണം കഴിഞ്ഞ് 19 ഭർത്താവിന്റെ വീട്ടില് ഇളയമ്മയായി, വല്യമ്മയായി, അമ്മായിയായി പ്രസവം കഴിഞ്ഞ് കുട്ടീനെ എല്ലാം എടുത്ത് വരുമ്പോ ഇവള് പക്വമാർന്ന സ്ത്രീയാണ്. പക്ഷേ ഇവളെ ക്ലാസ് പഠിച്ച ചെക്കനുണ്ടാവും ഉജാലപ്പാട്ടേന്റെ വണ്ടി ഉന്തിയിട്ട് ബ്രൂക്കി പോകുന്ന തെറിയേക്കണ. ഓൻ അച്ഛനാവാൻ പിന്നെയും 10 കൊല്ലം കഴിയണം. പശു 3ാമത്തെ വയസ്സിൽ അമ്മയാ. പശുവിന് തിന്നാൻ എന്താ കൊടുക്കുക? പാൽപ്പായസം വെക്കും വീട്ടില് പശുവിന്റെ പാലുകൊണ്ട്. എന്നാ ഒരു ഗ്ലാസ് പാൽപ്പായസം പശുവിനാരും കൊടുത്തിട്ടുണ്ടോ? കൊടുക്കും. പിറ്റേന്ന് ഉച്ചവരെ കാക്കും. തീരെ പൊളിച്ചു പോയാൽ കൊടുക്കും. കറി നാറിയ പശുവിന്, വെള്ളരിക്ക കെട്ട പശുവിന് അല്ലേ? കെട്ട് നാറിയ പുളിച്ച വേവിക്കാത്ത വൃത്തികെട്ട എല്ലാം പശുവിന് കൊടുക്കുന്ന ഒന്നും വൃത്തിയില്ലല്ലോ. പക്ഷെ പശു പുറത്തേക്ക് തരുന്ന ചാണകം വേണ്ടേ നമുക്ക് വൃത്തിയാക്കാൻ? സിമെന്റും ടൈൽസും മാർബിളും ലോഷനും ഹാർപ്പിക്കും വരുന്നതിന് മുമ്പ് വീടിന്റെ അകം വൃത്തിയാക്കിയത് ചാണകം കൊണ്ടല്ലേ? ഇപ്പോഴും സംക്രാന്തിക്ക് കലക്കി കൊടയിലില്ലേ? ഇപ്പോഴും മരിച്ച കർമ്മം ചെയ്യാൻ, ശുദ്ധി ചെയ്യാൻ ചാണകം ഉപയോഗിക്കില്ലേ? കൊടുക്കുന്നതെല്ലാം വൃത്തികെട്ടത്, പുറത്തേക്ക് തരുന്നത് വൃത്തിയാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ട മനുഷ്യന്മാരെ, 10,000-ന്റെ 25,000-ന്റെ കാഞ്ചീവരം ഇടുന്നവരെ, പൗഡർ അടിക്കുന്നവരെ, സ്പ്രേ അടിക്കുന്നവരെ, നിങ്ങൾ കഴിക്കുന്നതെല്ലാം വൃത്തിയുള്ളത് മാത്രമാണ്. ശുചിയില്ലാത്ത ഒന്നും തിന്നാറില്ല. എന്നിട്ട് പുറത്തേക്ക് വരുന്ന തളിക്കാൻ പറ്റിയതാണോ? അതുകൊണ്ട് ശരീരത്തിന്റെ മഹത്വമല്ല മനുഷ്യന്റെ മഹത്വം. നമ്മുടെ കുട്ടികൾക്ക് അത് ബോധ്യപ്പെടുത്തണം. അവരുടെ ശരീരത്തെ വളർത്തിയ പോരാ, മനസ്സിനെ വളർത്തണം, അതിന്റെ ആർദ്രതയെ വളർത്തണം. അതിന് കല വേണം, അതിന് സാഹിത്യം വേണം, അതിന് ചിത്രം വേണം, അതിന് സംഗീതം വേണം. അവരുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് തെറ്റുന്നു. എന്താ തീറ്റി? പണ്ടല്ല നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഉച്ചക്കന്താട കറി, ചക്കക്കുരു, വെള്ളരിക്ക് ഓലെ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലെ. ഒരേ കറിയാ രാത്രി ഉച്ചക്കൊന്നും മനസ്സിലാകാതിരിക്കുക, തിരിച്ചും മറിച്ചും പറയും. എന്നാൽ ഇപ്പൊ ബിരിയാണി ഇല്ലാത്ത കല്യാണമുണ്ടോ? പൊരിച്ചയില്ലാത്ത ചോറുണ്ടോ? ഞാനൊരു സ്കൂളിൽ പോയിട്ട് ഒരു കടകഥ ചോദിച്ചു. കടകഥ ഇങ്ങനെ ചോദിച്ചു, കടകഥ മത്സരം നടത്തും ഞാൻ. അപ്പൊ ഒരു പയ്യൻ എണീറ്റിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം, വേണോന്നുണ്ടായിട്ട് വേണ്ട എന്ന് പറയുന്ന സാധനം എന്നാണ്. ഞാൻ തോറ്റുപോയി. എന്നാ പറയാ, പറയാമോനെ. അവൻ പറഞ്ഞു ഹോട്ടലിലെ പൊരിച്ച മീന്. അതാ മുമ്പ് കൊണ്ടുവന്ന് എല്ലാവർക്കും വേണമെന്നുണ്ടാവും, പൈസ ആലോചിച്ചിട്ട് അധികം വേണ്ടെന്നാ പറയുന്നത്. വേണമെന്നുണ്ടായിട്ട് വേണ്ട എന്ന് പറയുന്ന സാധനം. എന്താ ഭക്ഷണം? നല്ല കരിച്ചോ പൊരിച്ചോ എണ്ണയുള്ള കഴിച്ചിട്ട് ഹോർമോൺ ബാലൻസ് തെറ്റുക. ആ ഹോർമോണിനെ പുറത്ത് കളയാൻ അവർ ഓടണ്ടേ, ചാടണ്ടേ, ഇടിക്കണ്ടേ, അടിക്കണ്ടേ, വീണ് തിരയണ്ടേ? ഇതൊന്നും അനങ്ങൂല. ഒരു നേരം ചാന്ത് പൊട്ട് ദിലീപിനെ പോലത്തെ പാമ്പിള്ളർ വളർന്നു വരിക നാട്ടിൽ. ഒന്നിനും പറ്റാത്ത കുട്ടി പറ്റില്ല. സ്പോർട്സിൽ ഓടണം, ഫുട്ബോൾ വീഴട്ടെ, ഫുട്ബോൾ കളിക്കണം, വോളിബോൾ കളിക്കണം, ഷട്ടിൽ കളിക്കണം. നമ്മുടെ കുട്ടികൾ അവരുടെ ശരീരത്തിന്റെ മതം പുറത്തേക്ക് വഴിയണം, മനസ്സിന്റെ മതവും പുറത്തേക്ക് ഒഴുകണം. പുറത്തേക്ക് ഒഴുകാൻ വഴി കിട്ടിയില്ലെങ്കിൽ, പഴയ പല്ല് പൊരിച്ചിട്ട് പുതിയ പല്ല് പുറത്തേക്ക് വരാൻ വഴി കൊടുത്തില്ലെങ്കിൽ ആ പല്ല് കൊന്ത്രം പല്ലാവും. അതുപോലെ ശരീരത്തിന്റെ മതവും മനസ്സിന്റെ മതവും പുറത്തു കളയാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, വായനശാല. അങ്ങനെ ആ കുട്ടികളുടെ ഹൃദയത്തെ, മനസ്സിനെ തോന്നിപ്പിക്കണം. അതാണ് ഒന്നാമത്തത്. വായനയുടെ ഒന്നാമത്തത് തോന്നണം. രണ്ടാമത്തത് അന്വേഷണമാണ്. എന്താണ് വായിക്കേണ്ടത്? ആ പുസ്തകം എവിടെ കിട്ടുമെന്ന് അന്വേഷണം നടത്താം. അതിനാണ് വായനശാല. അന്വേഷിക്കുന്നവർക്ക് അന്വേഷിക്കുവിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. വായനശാല അവിടെ വരുന്നു. പുസ്തകം വാങ്ങി അന്വേഷണം. മൂന്നാമത്തത് വാങ്ങണം. വാങ്ങുന്നത് വായനശാലയിൽ നിന്ന് വായ്പ വാങ്ങാം, പീടിയെ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങാം, സമ്മാനമായിട്ടും വാങ്ങാം. കുടുംബ വീട്ടിൽ പോകുമ്പോൾ അവിടെ കുട്ടികളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ബിസ്ക്കറ്റ് മാത്രം വാങ്ങല്ല. ബിസ്ക്കറ്റ് വാങ്ങേണ്ട ആലോചിച്ചിട്ടാ പലരും പോവാത്തത്. ഭയങ്കര വലിയ ബിസ്ക്കറ്റിന് അല്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ വിരുന്ന് പോകുമ്പോൾ അധികം ആളും വാങ്ങും. ഏറ്റവും കൂടുതൽ ബേക്കറി ചെലവ് കപ്പ വറുത്തവും അച്ചപ്പുവാണ്. കാരണം ചെറിയ തൂക്കത്തിന് സഞ്ചിക്ക് നല്ല വലിപ്പം ഉണ്ടാവും അല്ലേ? ബിസ്ക്കറ്റിന് പുറമെ ഒരു പുസ്തകം വാങ്ങുക, സമ്മാനമായി കൊടുക്കുക കുട്ടികൾക്ക്. അതാണ് പുസ്തകം വാങ്ങണം. മൂന്നാമത്തത്. നാലാമത്തത്, പുസ്തകം വാങ്ങിയാൽ പിന്നെ വായിക്കലല്ല. പലരും വായിക്കലാന്ന. അതാ കുഴപ്പം. അതിന്റെ ഇടയിൽ ഒരു പണിയുണ്ട്. എന്താ? അത് പൂജയല്ല. പുസ്തകം വാങ്ങിയാൽ തുറക്കണം. തുറക്കൂല. പല വീട്ടിലും പുസ്തകം ഉണ്ടാവും, അന്ത്യവിശ്രമം കൊള്ളുന്ന അലമാരയിൽ.
തുറക്കണം. അഞ്ചാമത്തതാണ് വായിക്കണം. വായിച്ചു കഴിഞ്ഞാലോ ചിന്തിക്കണം. ചിന്തിച്ചാലോ വിശകലനം ചെയ്യണം, ഇതിലെന്തുണ്ട്. വിശകലനം ചെയ്താലോ സംസ്കരിക്കണം. എല്ലാം എടുക്കാൻ പാടില്ല, വായിച്ചതെല്ലോ സ്വീകരിക്കരുത്. വേണ്ടത് എടുത്തിട്ട് എനിക്ക് വേണ്ടാത്ത ഒഴിവാക്കണം. ഒമ്പതാമത്തത് ഓർമ്മിക്കണം. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വായിച്ച അനുഭവങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഒക്കെ ഓർമ്മിച്ചെടുക്കണം. പത്താമത്തത് പ്രതികരിക്കണം. വായിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടാകാതെ നടക്കരുത്. വായിച്ചതിനനുസരിച്ച് നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വർത്തമാനത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റമുണ്ടാകണം. അതാണ് പ്രതികരണം. ഇതാണ് 10 ഘട്ടങ്ങൾ. ഒന്നുകൂടി പറയാം. വായിക്കാൻ തോന്നണം, അന്വേഷണം, വാങ്ങണം, തുറക്കണം, വായിക്കണം, ചിന്തിക്കണം, വിശകലനം, സംസ്കരണം, ഓർമ്മിക്കണം, പ്രതികരിക്കണം. ഈ 10 ഘട്ടങ്ങളിലൂടെ വായന തുറന്നു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ വെളിച്ചമുണ്ടാകും. ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്തൊരു ആനന്ദം ലഭിക്കും. ഏത് ബിരിയാണി തിന്നാൽ കിട്ടാത്ത ആനന്ദം. ഒരു കവിത വായിച്ചാൽ 10 കുപ്പി ബ്രാൻഡി കുടിച്ചാൽ കിട്ടാത്ത ലഹരി എനിക്ക് കിട്ടുന്നുണ്ട്. കൊണ്ടാണ് എനിക്ക് ഇതുവരെ മാഹിയിൽ ഇറങ്ങേണ്ടി വരാത്തത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കാൻ വരാത്തത്. എന്നാ വായനശാലയുടെ വരാന്തയിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന് യുവാക്കൾ എത്ര അകന്നു പോയിട്ടുണ്ടോ? അവർക്ക് ജീവിതത്തിന്റെയും കവിതയുടെയും ലഹരി നുണയാൻ പറ്റാതിരിക്കുമ്പോൾ അവർ ലഹരിക്ക് വേണ്ടി അവർ മധ്യ തിരുവിതാംകൂറിലും മലബാറിലും ജീവിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാർ പലരും മധ്യ തിരുവിതാംകൂറിലും മലബാറിലുമാണ്. മധ്യ തിരുവിതാംകൂറിലും മലബാറിലും. മനസ്സിലായോ? എന്തുകൊണ്ട്? ഈ പ്രകൃതിയുടെ സൗന്ദര്യവും കവിതയുടെ സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ വായനശാല ഒരു പ്രകാശഗോപുരമായിക്കൊണ്ട്, ഈ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട്, ഈ മനുഷ്യന്റെ സർഗാത്മകത ആസ്വദിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബം ഒരു വായനശാലയാക്കുക. അതൊരു സർഗാത്മക കുടുംബമാക്കി മാറ്റുക. അങ്ങനെ നമ്മുടെ പുതിയ തലമുറയിലെ യുവാക്കളെ മനുഷ്യത്വമുള്ള പ്രകാശമുള്ളിലെത്തുന്നവരാക്കുക. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വെറുക്കുന്നവരാക്കരുത്. ദൈവവും പറഞ്ഞാൽ ഒന്നും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒന്നാ. ഹിന്ദുക്കളെ സൃഷ്ടിച്ച ബ്രഹ്മാവെന്നല്ലേ ഞാൻ പറഞ്ഞ്? ബ്രഹ്മാവ് എന്നുള്ള അക്ഷരം ബ്രാഹാമാന്നല്ലേ? നാളെ ക്രിസ്മസ് യേശു ജനിച്ചത് ഇസ്ഹാക്കിന്റെ വംശത്തിലാ. യേശുവിനേക്കാൾ മുമ്പ് ഒരു പ്രഗത്ഭനുണ്ടായിരുന്നു. അയാളെ പേരെന്താ? അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ വല്ലിയിൽ മൊട്ടിട്ട പൊൻപൂവേ. പാട്ടിട്ടില്ലേ? അബ്രഹാമിന്റെ പുത്രൻ ഇസ്ഹാക്ക്. അബ്രഹാം ബ്രാഹാമാന്നായിരുന്നില്ലേ? മുസ്ലിങ്ങളുടെ മുഹമ്മദ് നബിക്ക് മുമ്പ് ഒരു നബി ഉണ്ടായിരുന്നു. ഇസ്മായിലിനെ ബലിയർപ്പിക്കാൻ പോയപ്പോ അള്ളാഹു പറഞ്ഞു, വേണ്ട, ആടിനെ ബലിയർപ്പിച്ചാൽ മതി. ആടിനാണ് ബക്കരി എന്ന് പറയാ. അതാ ബക്കരീദ് അല്ലേ? ആടിനെ ബലിയർപ്പിച്ചത് ആരാ? ഇബ്രാഹിം നബി. ഇബ്രാഹിം ബ്രാഹാമ, അബ്രഹാം ബ്രാഹാമ, ബ്രഹ്മാവ് ബ്രാഹാമ. ഇതെല്ലാം ഒന്നല്ലേ? ഇതെല്ലാം ഒന്നാ. ഇത് നമ്മൾ പൊട്ടന്മാർ തമ്മിലടിക്കുക. പല വൻകരയിലുമായിട്ടും ഒരു ചെറിയ വ്യത്യാസമല്ലേ വന്നിട്ടും. നമ്മൾ കേരളക്കാരെല്ലാം ഒരേ മലയാളത്തിലാ പാഠം പഠിക്കുന്ന, ഒരേ മലയാളത്തിലാ പത്രം വായിക്കുന്ന, ഒരേ മലയാളത്തിലാ ചാനൽ കാണുന്നത്. പക്ഷേ പയ്യന്നൂരല്, തലശ്ശേരിന്, വടകരക്ക് അല്ലേ? പയ്യന്നൂര് നിങ്ങളപ്പ വരല്, നിങ്ങളപ്പ പോലെ. തലശ്ശേരി നിങ്ങളപ്പ വന്നിന്, നിങ്ങളപ്പ പോയിന്. വടകര എത്തുമ്പോ നിങ്ങളപ്പ വന്നിക്ക്, നിങ്ങളപ്പ പോയിക്ക് അല്ലേ? ഒരേ മലയാളത്തിൽ ഇത്ര വ്യത്യാസം ഉണ്ടായിട്ടും പല വൻകരയിൽ പോയിട്ടും അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ഇതെല്ലാം ഒന്നാണ്. ഭാരത തത്വശാസ്ത്രം അദ്വൈതമാണ്. രണ്ടല്ല ഒന്നാ. ഞാനും നീ ഒന്നാ. കെട്ടും കെട്ടി ശബരിമലക്ക് അവിടെ ചെല്ലുമ്പോ കാണുന്നത് തത്വമസി, അത് നീയാണ്. അതുകൊണ്ടാണ് മാലയിട്ട എല്ലാരും സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നത്. എല്ലാരും സ്വാമിയാ. മനസ്സിനുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന്. കേട്ടില്ലേ? ആ ശരീരത്തിന്റെ മാംസത്തിന്റെ ചോദനകളിൽ നിന്ന് മനസ്സിനെ ഉണർത്താൻ പ്രാർത്ഥിക്ക്. മനസ്സിനെ മാംസത്തിൽ നിന്നുയർത്തേണമേ മലയിൽ വാഴും ഭഗവാനെ. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് അള്ളാഹുവിനൊരു നേട്ടവുമില്ല, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അള്ളാഹുവിനൊരു കോട്ടവുമില്ല. നമുക്ക് വേണ്ടി, നമ്മുടെ മാനവികതയ്ക്ക് വേണ്ടി, നമ്മുടെ ധാർമ്മികതയ്ക്ക് വേണ്ടി, നമ്മുടെ മൂല്യബോധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്തി, അല്ലാതെ ദൈവത്തെ ശക്തിപ്പെടുത്താനല്ല. ആ വെളിച്ചം ഇരുട്ട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇരുട്ടിനെ പുറത്തു കളയാനൊരു സൂത്രമുണ്ട്. യാച്ഛബ്ദോച്ചാരണ മാത്രേണ മുഖാൻ നിര്യന്തി പാതക പുനഃപ്രവേശ ഭീര്യാജ നഗാരശ്ച കവാടവേൽ.
രാ എന്നുച്ചരിക്കുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്തു പോകുന്നു. പുറത്തുപോയ പാപങ്ങൾ തിരിച്ചുള്ളിൽ കയറാതിരിക്കാൻ എന്ന് വായ പൊട്ടുന്നു. അതാ രാമ 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 എന്ന് ചൊല്ലുന്നതിന്റെ അർത്ഥം. ഉള്ളിലുള്ള ഇരുട്ടിനെ പുറത്തു കളയാനാ. എന്നാൽ ഇപ്പോ ഉള്ള അന്ധവിശ്വാസവും അനാചാരങ്ങളും എല്ലാം വലിച്ചു കയറ്റിയിട്ട് നവോത്ഥാന കാലഘട്ടത്തിലെ ഭ്രാന്താലയമാക്കിയിട്ട് കേരളത്തെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് മാനവിക ബോധത്തോടുകൂടി നടക്കണമെങ്കിൽ അറിവ് വേണം. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ നേടി പ്രബുദ്ധരാകുവിൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ആഹ്വാനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയത്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രകാശം ഗ്രാമ